അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന് ഇറാനെ തളയ്ക്കാൻ ശ്രമം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കത്തും. ഇറാന്റെ അതിര് കടന്ന മുന്നറിയിപ്പ്. ഗൾഫ് രാജ്യങ്ങളും യുഎസും ചേർന്ന് പുറത്തിറക്കിയ പ്രസ്താവന പ്രകോപനപരമാണ്. ഗൾഫിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം മേഖലയിൽ അസ്ഥിരതയ്ക്കും സുരക്ഷാ ഭീഷണിക്കും ഇടയാക്കും. ഒമാനുമായി ചേർന്ന് ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഹോർമൂസിൽ തായ്വാന്റെ കണ്ടെയ്നർ വെസലിന് നേരെ ആക്രമണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലപാട് കടുപ്പിച്ചുള്ള വാക്കുകളിലൂടെ ഇറാന്റെ മുന്നറിയിപ്പ് എന്നത് ശ്രദ്ധേയം. ധാരണാപത്രത്തിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് വേണം കപ്പൽ ഗതാഗതം നടക്കേണ്ടത്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ സമാന്തര പാതകൾ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് പോകുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന്മേലുള്ള തങ്ങളുടെ നിയന്ത്രണാധികാരം ഇറാൻ ആവർത്തിക്കുമ്പോൾ ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള ഇറാന്റെ നീക്കത്തെ അമേരിക്കയും 6 ഗൾഫ് രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിലൂടെ തള്ളിക്കളഞ്ഞിരുന്നു. നിയന്ത്രണങ്ങളില്ലാത്ത സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം വേണം. ഇറാൻ കപ്പലുകളെ തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ മുന്നറിയിപ്പ്. തായ്വാന്റെ കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന സ്ഥിരീകരണം വന്നതിന് ശേഷം ഹോർമൂസിലെ കപ്പൽ ഗതാഗതം ഗണ്യമായി കുറഞ്ഞു എന്നാണ് അതേസമയം ട്രാക്കിംഗ് സംവിധാനങ്ങളിൽ നിന്നുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി കപ്പലുകളാണ്. തായ്വാൻ കപ്പലിന് നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 100 കണക്കിന് കപ്പലുകളെയും 1000 നാവികരെയും ഒഴിപ്പിക്കാനുള്ള പദ്ധതി UN കപ്പൽ ഏജൻസി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിൽ യുഎസും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ ആരംഭിച്ചു. തന്ത്രപ്രധാനമായി ജലപാതയിലൂടെ സഞ്ചരിച്ച വാണിജ്യ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതാണ് ഏറ്റവും ഒടുവിലെ സംഘർഷങ്ങൾക്ക് കാരണമായത്. ഇതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US സൈന്യം ശക്തമായ പ്രത്യാക്രമണവും നടത്തി. അടുത്തിടെ യുഎസും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഈ ധാരണകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സിംഗപ്പൂർ പതാകയുള്ള എവർ ലവ്ലി എന്ന വലിയ ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കഴിഞ്ഞ ദിവസം 4 ഡ്രോണുകൾ വിക്ഷേപിച്ചത്. ഇതിൽ 3 ഡ്രോണുകൾ US സൈന്യം വിജയകരമായി വെടിവെച്ചിട്ടു എങ്കിലും ഒരെണ്ണം കപ്പലിൽ വന്നിടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. ഇറാന്റേത് വെടിനിർത്തൽ കരാറിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ലംഘനമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കുറ്റപ്പെടുത്തി. എന്നാൽ ഇറാൻ നടത്തിയ കടുത്ത പ്രകോപനത്തിന് തൊട്ടു പിന്നാലെ US സൈന്യം വ്യോമാക്രമണത്തിലൂടെ ശക്തമായ മറുപടിയും നൽകിയിരുന്നു. തെക്കൻ ഇറാനിലെ പ്രധാന മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും റഡാർ സംവിധാനങ്ങളുമാണ് US ബോംബിംഗിൽ തകർത്തത്. തങ്ങളുടെ പ്രദേശത്ത് വലിയ സ്ഫോടനങ്ങൾ നടന്നതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ തങ്ങളും തിരിച്ചടി ആരംഭിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള കടുത്ത പ്രതികാരം US-ന് നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കടുത്തതോടെ കപ്പലുകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ഐക്യരാഷ്ട്രസഭ നടത്തിവന്ന ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലോകത്തിലെ ആകെ എണ്ണ കയറ്റുമതിയുടെ 5-1 കടന്നുപോകുന്ന സുപ്രധാന പാത ആയതിനാൽ ഹോർമൂസ് കടലിടുക്കിലെ പുതിയ പോരാട്ടം ആഗോളതലത്തിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.